നൽകുമാറാവട്ടെ. ഒരു സംശയമില്ല. ഉണ്ടോ? മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും പുത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് കൈമാറിയ തിരുകേശം തരീഖത്താണേ. ഈ കുട്ടി വിചാരിച്ച എന്താ അറിയോ, അലി റളിയല്ലാഹു അൻഹുവിന് മുടി കൊടുക്കുക, അതിങ്ങനെ പാത്ത് വെക്കുക, എന്നിട്ട് ആർക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊടുക്കുക. ഹുസൈൻ റളിയല്ലാഹു അൻഹു സഹാബിയാണ് കുട്ടിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മടിയിൽ വളർന്നതാണ്. അതിൻ്റെ അടുത്ത് മുടിയല്ല, അതിൽ അപ്പുറമുള്ള ഒരുപാട് സാധനം സൂക്ഷിപ്പുണ്ടായിരുന്നു. അത് അലി റളിയല്ലാഹു അൻഹു കൊടുത്തല്ല, ത്വാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കൊടുത്തിട്ടുണ്ട്. ത്വരീഖിന്റെ ദിക്ർ പറഞ്ഞു കൊടുത്താൽ മൂപ്പരിപ്പം തെളിവാക്കണത്. എന്നിട്ട് കൈമാറിയ തിരികേശം ഔലിയാക്കളിൽ പ്രമുഖനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എത്തിച്ചേർന്നു. ഇതെന്താ ഫ്ലൈറ്റിൽ വരിക? ഇതിന്റെ ഇടയിൽ ആൾക്കാർ എത്ര പോയറോ? AP വായിസ് ഇപ്പൊ പറയുന്നുണ്ട് അല്ലേ, ഇത് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പിന്നീട് ഷെയ്ഖ് അബൂ സഈദ് മുബാറക് അൽ മഖ്സൂമി സയ്യിദുനാ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ മുറബ്ബിയായ ഷെയ്ഖാണ്. അള്ളാഹു അവരുടെ ഫൈലും ഷഫാഅത്തും നമുക്ക് നൽകുമാറാവട്ടെ. ഈ ഉദ്യമത്തിൽ അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ വിജയിപ്പിക്കുമാറാവട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അവരെ തൊട്ട് കളവ് പറയുന്ന കദാബീങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ഗൗസുൽ ആദമിനെ വെച്ച കളി. എന്നിട്ട് അങ്ങനെ ഗൗസുൽ ആദമിന്റെ അടുക്കൽ എത്തിച്ചേർന്നു. ഹിജറ 505 നൂറ്റാണ്ട്, 5-6 നൂറ്റാണ്ട്, 5-ാം നൂറ്റാണ്ട് പോരി. എന്നിട്ട് ഇങ്ങനെ പിന്നീട് ബോംബെയിൽ സ്ഥിരതാമസമാക്കിയ ഇഖ്ബാൽ വലി മുഹമ്മദ് എന്നവരാണ് ഉസ്താദിന് കൈമാറിയത്. അതിലേക്കും പുസ്തകത്തിൽ പറയാണ്. നേരത്തെ പറഞ്ഞു ഡൽഹിയിൽ ബോംബെ എന്ന് പറയുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, മൂപ്പര് ഡൽഹി പറഞ്ഞു. എന്താ കാശ്മീർ തന്നോടേനോ? അവിടെ ഒരു മുടി ഉണ്ടായിരുന്നു അല്ലേ? അസരത്ത് ബാലിന് ഒരു കഷ്ണം വീണിട്ടാന്നൊക്കെ പറഞ്ഞുകൂടേനോ? ഞങ്ങളായിട്ട് പോയപ്പോ മരോളുണ്ടല്ലോ അവിടെ. അവിടെ ഓളെ കുടുംബത്തിൽ ഒരു കഷ്ണം അസരത്ത് ബാലിൽ വെച്ചാണ് ഒരു അസന്റെ പെണ്ണുങ്ങളെ കൂടിയില്ലെന്ന് പറഞ്ഞാൽ പോലെ ആക്കിയും എത്ര എളുപ്പമുണ്ടായിരുന്നു അത്. ഇവരെ 2ാം പറ 3ാം പറ അവിടെയാന്ന് പറഞ്ഞിട്ട് ഈ ഉസ്താദിന് കൈമാറിയത്. എന്നിട്ട് അടുത്ത പരിപാടി ഈ സനദ് സഹീഹാണെന്ന് സയ്യിദ് അലവി മാലിക്കി മക്കൊക്കെ പറഞ്ഞിരിക്കണമെന്ന് മൂപ്പര് മരിച്ചില്ലേ? സയ്യിദ് അബ്ബാസ് മാലിക്കി അല്ലേ? സയ്യിദ് അലവി മാലിക്കി കണ്ടോ? സയ്യിദ് അലവി മാലിക്കി മക്ക എന്ന് വഫാത്തയക്കുന്ന കുട്ടിയെ എന്റെ മുടി എന്നേ കിട്ടി. സയ്യിദ് അലവി മാലിക്കി വഫാത്ത് കുറെ കാലയില്ലേ? മുടിന്റെ വർത്തമാനം കഴിഞ്ഞല്ലോ ഉണ്ടായത്. നോക്ക്, സയ്യിദ് അബ്ബാസ് മാലിക്കി ആ 2ാമത് പറഞ്ഞ. ഒന്ന് സയ്യിദ് അലവി മാലിക്കി മക്കയാണ്, പിന്നെ സയ്യിദ് അബ്ബാസ് മാലിക്കി മൂപ്പര മോനെ. ഈ ജാതി ഗെയിമൊക്കെ കാട്ടിയിട്ട് ആളുകൾ അങ്ങോട്ട് പറ്റിക്കുക. ഒരു പോയിന്റ് പുസ്തകത മദീനയുടെ സമ്മാനാണ് മുഅ്മിനീങ്ങൾക്കുള്ള നുണ പറയാണ് എന്നുള്ളതിന്റെ തെളിവ് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചാണ്. ഇനി ഇങ്ങോട്ട് നോക്ക്, പുസ്തകം വായിക്കണ അതിലപ്പുറമുണ്ട്. 2ാമത്തെ തിരുകേശം ലഭിച്ചത് ഖസ്റജി ഗോത്രത്തിലെ ആലുഹിലാൽ കുടുംബത്തിൽ നിന്നാണ്. ഖസ്റജികൾ പ്രധാനമായും 7 കബീലകളുണ്ട്. 7 കബീലകളിൽ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്നവർ ബനു നജ്ജാറുകളാണ്. അവരുടെ സംഭവം മഹാന്മാരായ ഉലമാക്കന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തു സബയിൽ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അവർ പഴയ കാലത്തുണ്ടായി സബ ഗോത്രക്കാരായിരുന്നു. അവിടെ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയപ്പോൾ അഭയം തേടി വന്ന ആളുകളാണ്. അതാണ് ഔസിന്റെയും ഖസ്റജിന്റെയും അസ്ല്. പിന്നീട് അവർ പല ആളുകളായി താമസിച്ചിട്ടുണ്ട്. അതിൽ 1ാം നമ്പർ അൻസാറുകളുടെ വീടുകളിൽ വെച്ച് ഏറ്റവും ഖൈറായവർ ബനു നജ്ജാറാണെന്ന് സയ്യിദുന അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കുടുംബങ്ങളിൽപ്പെട്ട ആലുഹിലാൽ ഖബീലയിൽപ്പെട്ട ഖസ്റജികളിൽ നിന്നാണ് ഞങ്ങൾക്കിത് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് സനദാണ്ട് വായിച്ചു. ഇതാണ് സനദ് എന്ന് ഈ പുസ്തകത്തിൽ എഴുതി. എന്നിട്ട് കണ്ടോ, നോക്കിങ്ങള് ആ ഒരുപാട് ബദറിലും മുഹദിലും പങ്കെടുത്ത ഈ മഹാനിൽ നിന്നുള്ള സന്താന പരമ്പരയാണ് കാലങ്ങളായി ഈ തിരുകേശം സൂക്ഷിച്ചു വരുന്നത്. ഈ പരമ്പര ഇപ്പോൾ തന്നെയും ജമിയത്തുൽ അൻസാർ എന്ന പേരിലുള്ള നിരവധി സംഘടനകളുടെ അമീറുമായ അമീറുൽ അൻസാർ കണ്ടോ, ഖാദിമു ആസാരിൻ നബവിയ്യ, ഇതൊക്കെ മൂപ്പരത്തിന് കോപ്പി അടിച്ച പേരേക്ക് ഇപ്പൊ ഇയാൾക്ക് ഇട്ട് കൊടുക്കണത്. അശ്ശൈഖ് ഡോക്ടർ മുഹമ്മദ് ആലു ഹിലാൽ ഖസ്റജിയാണ് ഈ തിരുകേശം മർക്കസിന് നൽകിയത്. അപ്പൊ പാരമ്പര്യമായിട്ട് അൻസാറുകൾക്ക് കിട്ടിയതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ മുൻഗാമികളായ ഒരാളും ഞങ്ങളുടെ കയ്യിൽ മുടിയുണ്ട് എന്ന് രേഖപ്പെടുത്തപ്പെടാതെയും വന്നപ്പോൾ സംഭവം സംശയമായി. ഇത് ഉലമാക്കന്മാർ ചോദിച്ചപ്പോഴാണ് കുട്ടികൾ പെട്ടെന്ന് ഗെയിം മാറ്റിയിട്ട് പറഞ്ഞത് ഞങ്ങൾ സനദല്ല പറഞ്ഞത് കുടുംബത്തിന്റെ പേരാണ്.
മർക്കസ് സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകളോടും പറഞ്ഞ സനതാണെന്നാ. അപ്പൊ ഇനിയിപ്പോ ഒരു ചോദ്യമുണ്ട്, എന്തിനാ ഈ നുണയൊക്കെ പറയണത് അല്ലേ? ഒന്ന് ഡൽഹിന്നാറിന്, ബാപ്പ ഡൽഹിന്നാറിന്, മോൻ ബോംബെന്നാറിന്, മുടികൾ എന്ന് പറഞ്ഞു, 3 പറഞ്ഞു, 4 പറഞ്ഞു. ഇപ്പോഴെങ്കിലും പറഞ്ഞൂടെ എത്ര ഉണ്ടെന്ന്? പറയില്ല. ഇവിടെ ഉദ്ദേശം എന്താ പറയുക? ഇത് പൊട്ടുന്നറിയാം. ഇവിടെ ഈ സംഭവം പൊട്ടുന്ന ഉറപ്പാണ്. അപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മനസ്സിൽ കിട്ടാവുന്നിടത്തോളം പണം സമാഹരിക്കാമെന്നും സംഘടനാ പ്രവർത്തകർ പിഴച്ചു പോകാതെ പിരിഞ്ഞു പോകാതെ തങ്ങളുടെ കീഴിൽ നിൽക്കണമെന്നും മനസ്സിലാക്കി ഈ പ്രശ്നത്തിനെ സംഘടനാവൽക്കരിച്ചൊരു പ്രശ്നമാക്കി വരുത്തി തീർക്കുക എന്നതാണ് സംഘടനാ തന്ത്രജ്ഞനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടപ്പിൽ വരുത്തുന്നത്. മുടിയുടെ ശരിയും തെറ്റും നോക്കിയിട്ടല്ല, അത് കള്ളത്തരമാണോ അല്ലയോ എന്ന് പരിശോധിച്ചുകൊണ്ടല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാധാരണക്കാരായ ആളുകൾ അയാളുടെ മുടിക്ക് സിന്ദാബാദ് വിളിക്കുന്നതും അയാളുടെ പള്ളിയുടെ പോസ്റ്ററുകൾ സ്ഥാപിക്കുന്നതും അതിനുവേണ്ടി പണസമാഹരണം നടത്തുന്നതും ഇതല്ലേ നമ്മൾ പറയണേ. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കത്തിച്ചു വെക്കാൻ അവസരം, നേലുണ്ടോ നോക്കാൻ അവസരം, തേൻ തേച്ച് പുറത്തു വെക്കാനുള്ള അവസരം, ഇതൊക്കെ ഉപയോഗിച്ചു. ആ ചരിത്രം അടക്ക് വിട്ടുപോയതേ. പിന്നെ ഔറംഗസേബ് പറഞ്ഞു, ഇത് ഇവിടെ ഒന്നല്ല വെക്കണ്ട, എന്റെ കുട്ടിയിലൊന്നല്ല, അജ്മീർ കൊണ്ട് ചോർന്നു, രാജാവല്ലേ. അങ്ങനെ ഔറംഗസേബിനോട് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് തന്നെ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അത് പിന്നീട് കൊണ്ടുപോയി കാശ്മീരിലെ നക്ഷബന്ദി ത്വരീഖത്തിന്റെ ഒരു ഷെയ്ഖിന്റെ ഖാൻഗാഹിലാണ് സ്ഥാപിച്ചിരുന്നത്. അവിടെ ഒരു വർഷം ആളുകൾ ഇങ്ങനെ ഇതിന് കാണാൻ വരികയും തിക്കും തിരക്കുമുണ്ടായി ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തപ്പോഴാണ് ദാൽ നദിക്കര തടാകക്കരയിലെ ഹസ്രത് ബാൽ പള്ളി സ്ഥാപിക്കപ്പെട്ടതും ആ പള്ളിയിലേക്ക് മുടിയെ നീക്കം ചെയ്തതും. ഇതിന്റെ ഫോട്ടോ കാണിക്കാണ്. ഇതിന്റെ ഫോട്ടോ കാണിച്ചിട്ട് കണ്ടില്ലേ, ഹസ്രത് ബാലിൽ ഒരു പള്ളിയുണ്ട്, ഇങ്ങനെ പള്ളി ഉണ്ടാക്കലുണ്ട്. അതൊക്കെ കറ കളഞ്ഞ് പരിശോധിച്ചിട്ട് സ്ഥാപിച്ചതാണ്. അതന്നെ ഞങ്ങളും പറഞ്ഞത്. ഹസ്രത് ബാലിലെ പള്ളിന്റെ മാതിരി പള്ളിയൊക്കെ ഉണ്ടാക്കണ കൊണ്ടുവരി, നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കുക. എന്തേ, അതല്ലേ നമ്മളും പറയണേ. പരിശോധിക്കുമ്പോക്ക് ഞങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെ ഉറപ്പാണ്? എന്തുറപ്പാണ്? കായിട്ടുന്ന ഉറപ്പാണ്, അല്ല എന്തുറപ്പാ? അത് ഈ ഗെയിം ഇവിടെ അവസാനിപ്പിക്കണം. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രബോധകന്മാരാകണം. പ്രസംഗം കേട്ടു പോയാൽ പോരാ, പ്രസംഗം കേട്ടു പോയാൽ പോരാ. നിങ്ങളിതിൽ ജനങ്ങൾക്കിടയിൽ പ്രബോധകന്മാരാകണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താറടിക്കുകയും അവിടുത്തെ വിശുദ്ധിക്ക് കോട്ടം വരുത്തുകയും അള്ളാഹുവിന്റെ ദീനിനെ പരിഹാസ്യമാക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫിടിച്ച് താഴ്ത്തുകയും അവിടുത്തെ പേരിൽ വ്യാജപ്രചരണം നടത്തുകയും ചെയ്യുന്നവർക്കെതിരെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ജാഗ്രത പാലിക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ ചെയ്യുന്നൊരു ഖിദ്മത്താണ്. അള്ളാഹുവിന്റെ ഹബീബിന് നമ്മൾ ചെയ്യുന്ന സേവനമാണ്. അവിടുത്തെ സ്നേഹിക്കുന്ന, അവിടുത്തെ ആദരിക്കുന്ന, അള്ളാഹുവിന്റെ ഹബീബിനോട് മഹബത്ത് വെക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും ഈ കള്ളപ്രചരണത്തെ പരാജയപ്പെടുത്തണം കേട്ടോ. ഒന്നുമില്ലാതെ നമുക്ക് കയറി ചെല്ലാനുള്ളത് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്കാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടുത്തെ ശഫാഅത്താണ്. നമ്മൾ കാത്തിരിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുഹുദൂരിയത്താണ്. അവിടുത്തെ ഒരു കടാക്ഷമുണ്ടായാൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാവപ്പെട്ട നമ്മളെ തൊട്ട് തൃപ്തിപ്പെട്ടാൽ ഈ കഠിനാധ്വാനത്തിന്, ഈ ഒരുമിച്ചുകൂടലിന്, ഈ പ്രഭാഷണത്തിന് അർത്ഥമുണ്ടാകും. അല്ലാഹു സാധുക്കളായ നമ്മളോട് കരുണ ചെയ്യുമാറാവട്ടെ. ഇനി കുറെ പറയാണ്ട്, സമയം വൈകി. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താം. അല്ലാഹു നമ്മളോട് റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.